രാസവളവും ഇടാത്ത ബാഷ്പം കാട്ടുപുല്ല്, ചിലയിടത്ത് കാട്ടു ബാൽസ്യം എന്ന് പറയും, അവിടെയൊക്കെ ബാഷ്പം എന്ന് പറയും. എന്ത് വലുതെന്ന് നോക്കിയാണ് കൊണ്ടുപോവാ. വേറെ ഉണ്ട് കണ്ടോ, ഇത്രയും വലുത്. അങ്ങോട്ട് ഇറങ്ങല്ലേ, വീഴും വീഴും. ഇപ്പടാ ഇല്ലെന്ന് അങ്ങോട്ട് ഇറങ്ങല്ലേ. ചെറിയൊരു റെസ്റ്റ് എടുക്കും, എന്നിട്ട് നേരെ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഇടയ്ക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോ എടുക്കും. ഇത്രയും നടന്നില്ലേ, ഇന്ന് ഒരു ദിവസം 28 കിലോമീറ്റർ നടക്കണ്ടേ. അതും ഇത് 2 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ലേറ്റ് ആയാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ചർക്കല് കൂടുതൽ ഈസി ആയിരിക്കുമ്പോഴേ ചർക്കല് ഫുള്ളും കല്ലാണ്. ഒരു രക്ഷയില്ല കാറ്റ്. അപ്പോൾ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷ വളരെ കുറവാണ്. എന്നാലും ഇത്രയും എത്തി. ഏറ്റവും ലാസ്റ്റല്ല, അതിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മളുണ്ട്. അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്, 7:15 ആയി. അപ്പോൾ ഇന്നലെ നമ്മൾ കുളിച്ചിട്ട് വന്നതിന് ശേഷമുള്ള വിഷ്വൽസ് ഒന്നും കാണിച്ചില്ല, ഒന്നും ഓടിച്ച് പറയാം. വേറെ ഒന്നുമില്ല, നമ്മളിവിടെ വന്നു. പിന്നെ ലൈറ്റ് ഒരു 6:45-7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ലൈറ്റ് ഇവിടെ സോളാറാണ്. അപ്പോൾ ലൈറ്റ് വന്നത്. നല്ല കാറ്റുണ്ട്, അതിപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇടയ്ക്കൊരു കട്ടൻ കാപ്പി. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ തന്നെ കിടന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് പോലെ, ഇപ്പോൾ കാണുന്നതിന് അപ്പുറമായിട്ടുള്ള കാറ്റായിരുന്നു. ഭയങ്കര തണുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും തണുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഈ കാറ്റുണ്ടല്ലോ, ഇപ്പോൾ തന്നെ മരത്തിലടിച്ചിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷീറ്റിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര സൗണ്ടും ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പായിരുന്നു ഇന്നലത്തെ രാത്രിയിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് ഇവിടുത്തെ ഗൈഡൊക്കെ പറഞ്ഞിട്ട് കരടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. എന്തെങ്കിലും ഉണ്ടോ വേറെ? അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നലെ രാത്രിയിലുള്ള. സഹിക്കാൻ പറ്റത്തില്ല, സഹിക്കാൻ. നമ്മളാണെങ്കിലേ തലേ ദിവസത്തോട് നമുക്ക് ടിക്കറ്റ് ഓക്കെ ആയത്, ക്യാൻസലേഷൻ ടിക്കറ്റ് ഞങ്ങൾക്ക് തലേ ദിവസത്തോട് ഓക്കെ ആയത്. അതായത് 4 മണി കഴിഞ്ഞു. അതിനുശേഷം ഫിറ്റ്നസ് എടുക്കണോ, 2 സ്ഥലത്ത് പോയി എടുത്തു. അതിന് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി, അത് കാര്യങ്ങളെല്ലാം ആയപ്പോഴത്തേക്ക് രാവിലെ ഫുഡാണായിപ്പോൾ. രാവിലെ ഇവിടെ 7 മണിക്ക് മുമ്പ് വരണമല്ലോ. എന്നിട്ട് നമ്മൾ നല്ല താമസിച്ചു. എന്നിട്ട് അങ്ങനെ എല്ലാവർക്കും എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു സോക്സ് പോലും എടുക്കാൻ പറ്റില്ല. എനിക്ക് തണുത്തിട്ടാണെങ്കിൽ സെറ്റർ എടുത്തില്ല. പിന്നെ കയ്യിലിടുന്ന ഈ സംഭവം കിട്ടി വെച്ച് അഡ്ജസ്റ്റ്. ഒരു ശകലം പോലും ഉറങ്ങിയില്ല, ഉറങ്ങാൻ പറ്റില്ല. തണുപ്പും കാറ്റും തണുപ്പ് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അയ്യോ, എങ്ങനെ ആ കൈയൊക്കെ ഒരു രസമാണ്. നമ്മൾ ആദ്യം അവിടെ പടി കിടന്ന ഒരു കാര്യം ചോദിച്ചായിരുന്നു. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ്, എന്തിനാണ് കാണാൻ പോണത്? നിങ്ങളിപ്പോൾ തുടക്കത്തിൽ പറ. അഗസ്ത്യമുനി. എന്തിനാണ് പ്രതീക്ഷ? എന്തിനാണ് ഈ നമ്മൾ ട്രക്കിങ്ങിൽ? നമ്മളെ പൊന്മുടിയെ പോലെ നല്ല കോട മഞ്ഞും നല്ല ക്ലൈമറ്റ്, പിന്നെ ഈ കാണുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇതൊക്കെ തന്നെ ഒരു ട്രക്കിംഗ്. ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വെറുതെ അത് അവർ പറഞ്ഞ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നമുക്ക് തരുന്ന പാസ് വാങ്ങിച്ച് താഴെ കൊണ്ട് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടെ നിന്നുള്ള ആൾ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾ ഒന്നുകിൽ അവിടെ കൊടുത്തില്ല, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെ ആയിപ്പോയി. അപ്പോൾ രാത്രി മറന്നുപോയി കാണും, ചിലപ്പം ഓർമ്മിക്കാതെ പെട്ടെന്ന് കാണും. എന്തായാലും മിസ്സിംഗ് ആയിട്ട് അവർ കൂട്ടത്തുള്ളൂ. കാരണം അപ്പോൾ രാത്രി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആളുടെ പേര് പറഞ്ഞിട്ട്. അപ്പം ഇതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രാത്രി ഈ കാടിനകത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടുന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ള സെറ്റപ്പ് അനുസരിച്ച് ഇവിടുത്തെ ടിക്കറ്റ് താഴെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം, രേഖപ്പെടുത്തിയാൽ ഇവിടെ വരുന്നുള്ള ടോട്ടൽ ആൾക്കാർ അവിടെ എത്തി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഇവിടുത്തെ ഗൈഡ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ
മനസ്സിലായി അവർ ഇത് ഗേറ്റ് പൂട്ടി അവർ ടോർച്ചടിച്ച് പോയി 4 കുട്ടികളുണ്ടായിരുന്നു. ഗൈഡാണ്, ഡ്രൈവറിലെ ഗൈഡാണ്. അപ്പോൾ അവർ പോകുന്നുണ്ട്, അവർ അടുത്ത്. അപ്പോൾ ഇവിടെ പോകുന്നത് വെച്ചപ്പോൾ അവർ പറഞ്ഞത് അടുത്ത ക്യാമ്പിലോട്ട് പോവുകയാണെന്ന്. അപ്പോൾ അടുത്ത ക്യാമ്പ് നമുക്കറിയാം, ആ മുട്ടക്കുന്നോ അങ്ങനെ അവിടേക്ക് താണ്ടിയാണ് അടുത്ത നമ്മുടെ 7ാമത്തെ ക്യാമ്പാണ്. പുൽമേടിന്റെ ഇടയ്ക്കുള്ള ക്യാമ്പിൽ അവിടെ എന്ത് കാടാണ്, എവിടെയാണ് AC കടക്കെ വരുന്നത്. അപ്പോൾ എന്ത് ടാസ്ക് പിടിച്ച സ്ഥലമെന്നറിയാമോ ഇവിടേക്ക്. അതുകൊണ്ട് ഇവർ പോകുമ്പോൾ ലൈറ്റൊക്കെ മുകളിലൊക്കെ അടിച്ച്, മുകളിൽ സൈഡിലെല്ലാം അടിച്ച് മൃഗങ്ങളുണ്ടെങ്കിൽ അവർ അറിയിക്കും. ഒരു രക്ഷയില്ല കാറ്റ്. അപ്പോൾ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ രാവിലെ എണീറ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്, ഫ്രഷായിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകാനുള്ള സെറ്റപ്പാണ്. ഇനി അവരെപ്പോഴും ഗേറ്റ് തുറക്കുന്ന അറിയില്ല. അവിടെ ഇവിടെയാണ് ഷെഡ്, ക്യാമ്പ് ഷെഡ് വരുന്നത്, 2 ഷെഡ്, പിന്നെ അവർക്കുള്ള ചെറിയ ചെറിയ ക്യാൻറ്റീന്, അവരുടെ താമസ സ്ഥലം, പിന്നെ ഇവിടെ ബാത്റൂം സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കും. അവർ തുറക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് മുകളിലേക്ക് പോകുക. ഇതുവഴി ഇങ്ങനെ കയറി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. വേണ്ട കാറ്റ് ഒരു രക്ഷയില്ല. ഇപ്പൊ ലേഡീസിനായാലും ജെൻസിനായാലും സെപ്പറേറ്റ് ആയിട്ടാണ് റൂമൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. അവർക്ക് ബെഡ്, ഓരോരുത്തർക്കും ബെഡുണ്ട്. അപ്പോൾ ജെൻസിനാണ് ശരിക്കുള്ളത്, ഒത്തിരി പേര് അവരല്ലേ. ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തത്, ഓരോരുത്തർക്കും ബെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റ് ആയാലും ജെൻസിനും ലേഡീസിനും പ്രത്യേകമുണ്ട്. നമുക്കിവിടെ കുളിക്കാൻ നമ്മൾ ഇന്നലെ പോയില്ല, അതും ജെൻസിനും ലേഡീസിനായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം മിക്സ്ഡ് ആയിട്ടൊരു ക്ലാഷ് ഒന്നും വരത്തില്ല, ഒരു വേറൊരു ബുദ്ധിമുട്ട് വരില്ല. എല്ലാം അവർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും വരത്തില്ല. ആകപ്പാടെ റേഞ്ച് ഉള്ളത് ഈ ഒരു കോർണറിലാണ്. ഇവിടെയാണ് റേഞ്ച് കിട്ടാൻ കുറച്ചെങ്കിലും സാധ്യത ഉള്ളത്. പിന്നെ ചില കവറേജ് ചില ഫോണുകൾക്ക് അവിടെയും കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ അപ്പുറത്ത് ക്യാമ്പ് ഷെഡിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ വിശേഷം. പിന്നെ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പുണ്ട് കുറച്ചുകൂടെ കൂട്ടണോ തണുപ്പ്? നല്ല തണുപ്പുണ്ട്. തണുപ്പ് ഒട്ടും പോരാതെ പറഞ്ഞിരുന്ന ആളാണ്. തണുത്ത് കിടുകിട 2 ഉടുപ്പ് തോർത്ത്. പപ്പയെ സംബന്ധിച്ച് നമ്മളറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഫാമിലി ഒത്തിരി ടൂർ പോകുന്ന ആൾക്കാരാണ്. അപ്പം പപ്പയ്ക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകുന്നിടത്തൊക്കെ പപ്പ പറയാറുണ്ട് തണുപ്പില്ല, ഇവിടെ കുറച്ചുകൂടെ തണുപ്പ് വേണം, നമ്മൾ ഊട്ടി അവിടെയൊക്കെ പോയാലും അത്രയാക്കില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ വന്നപ്പോൾ പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 2 ഉടുപ്പിട്ട് പുതപ്പ് കൂടിയൊക്കെയാണ് രാവിലെ വരുന്നത്, അപ്പം സഹിക്കാൻ പറ്റില്ല. അപ്പം എത്രത്തോളം തണുപ്പുണ്ടെന്ന് അത്രയും നമ്മൾ ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നതല്ലേ. അല്ല അങ്ങനെയല്ല, ഇവിടുത്തെ കാലാവസ്ഥ പറയാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും വേണോ മാറിക്കൊണ്ടിരിക്കുക. ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ അതുപോലെ തന്നെ ചൂടാവും. അതൊക്കെയാണ് വിശേഷം. നമുക്കിനി പിന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം കണ്ടേ, ഇത് മുകളിലുണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. അതെന്ത് കാണാൻ ചന്തമാണെന്നൊക്കെ ക്ലോസ് കാണിച്ചിട്ടുണ്ട്. ഈ മരം ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റില്ല, ബാക്കിൽ ലൈറ്റ് ആയതുകൊണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിന്റെ തന്നെ അടുത്ത് വെച്ച് കാണാൻ പറ്റുന്ന ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇനി അങ്ങോട്ട് പോകാണ്. ഇനി അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞോളൂ, അങ്ങോട്ട് പോവാം. ഇത് നമ്മളെ ക്യാമ്പിന് ചുറ്റുമുള്ള കിടങ്ങ്. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ മിക്കവാറും കമ്പി വേലി കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇത് കിടങ്ങ് ഞാൻ നേരത്തെ എൻ്റെ ക്യാമ്പ് ഷെഡിൽ പറഞ്ഞായിരുന്നു. ആന മാത്രമല്ല, എന്ത് മൃഗങ്ങൾ വന്നാലും അകത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ചാലെന്ന് വേണമെങ്കിൽ പറയാം. അതിന് കിടങ്ങെന്നാണ് പറയുന്നത്. ഇത് കിടങ്ങ്, ഇത് ഈ ഏരിയ മുഴുവൻ, അതായത് നമ്മുടെ ആൾക്കാരിപ്പോൾ നിൽക്കുന്ന ആ സ്ഥലം മുഴുവനായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഏരിയ ഇതുപോലെ തന്നെ കിടങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടോ. അവിടെ രാത്രി ഇപ്പോൾ മൊബൈലിൽ കോള് വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാലും റേഞ്ച് ഉള്ളൂ. നിങ്ങൾ ആരും ഇതിനകത്ത് അകപ്പെട്ട് പോവാതെ നോക്കണം. അപ്പോൾ ഇത് 1 2 സ്ഥലത്ത് മാത്രം ഇതുപോലെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാം. ഇപ്പോൾ കുറേ നേരമായി നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്ന് രാവിലത്തെ ഇനി വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങോട്ട് പോകാം കേട്ടോ. എവിടെ 12 മണിയാവുന്നു അവിടെ ട്രക്കിംഗ് സാധിപ്പിച്ച് തിരികെ വരണം. ഓക്കെ, ഇന്ന് റിട്ടേൺ പോകുന്ന ആരെങ്കിലുണ്ടോ? റിട്ടേൺ പോകുന്ന ആൾക്കാർ 1:30 ആകുമ്പോൾ ഇവിടെ എത്തണം. 2 മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ച് ഇവിടെ ഇറങ്ങണം. അതും ഇത് തന്നെ 2 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ലേറ്റായാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഓക്കെ, ആനയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. മേലോട്ട് പോകുന്ന വഴിക്ക് ആനയുണ്ട്, ഇപ്പോഴും ആന ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഗൈഡുമാർ പറയുന്നത് കേട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം വരാൻ. വഴിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് താമസിച്ചിട്ട് 12 മണിക്ക് ശേഷം അവിടെ ഒന്നാ കയറ്റില്ല. അയ്യോ കാല് വയ്യാന്ന് പറയണ്ട. എല്ലാവരും ഫിസിക്കലി ഫിറ്റല്ലേ? അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ വന്നേ. അപ്പൊ ട്രക്കിങ്ങിന് എല്ലാവർക്കും പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് 1 സെക്കൻഡ്
റിട്ടേൺ പോകുന്ന ആൾക്കാർ താഴെ പോയി പാസ് കാണിച്ചതിന് ശേഷം മടങ്ങിട്ട് പോകാവൂ. ഇന്നലെ ഒരു വിഷയമുണ്ട്, പാസ് കാണിക്കാതെ പോയ വിഷയമുണ്ട്. അയാൾക്ക് തിരികെ അതുകൊണ്ട് പാസ് അവിടെ കാണിച്ചിട്ടേ പോകാം. അപ്പോൾ നമുക്ക് 8 മണിയായപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പണായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ പേര് മുന്നേ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി താഴോട്ട് പോകാനുള്ളവർ, അതായത് ഇന്നലെ കഴിഞ്ഞവർ താഴോട്ട് പോകാനുള്ള ആൾക്കാർ പാസ്സൊക്കെ എഴുതി വാങ്ങിക്കുന്നുണ്ട്. ഇനി അവർ നേരെ അപ്പുറത്ത് പോയിട്ട് താഴോട്ട് പോകും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബോർഡില്ല, അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് 6 കിലോമീറ്റർ പോകും. അപ്പോൾ ഇന്നത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. തോർത്തിരിക്കട്ടെ, കുഴപ്പമില്ല, വന്നോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കഴിക്കാം. പിന്നെ എന്താണ്, എല്ലാവരും അഞ്ഞു പിടിച്ച് നടക്കാൻ തുടങ്ങി. വഴിയിൽ ആന ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ആനയുണ്ട്. അതെ, കാട്ടിലുള്ള സാധനമല്ലേ, നിന്ന് തരും കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാം. അപ്പോൾ ഇനി നീണ്ട 6 കിലോമീറ്റർ നല്ല ഹെവി തണുപ്പാണ്, കാറ്റാണ്. അൽപ്പൂടെ കഴിയുമ്പോഴത്തേക്ക് അൽപ്പൂടെ കഴിയുമ്പോൾ വെയിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിക്കോളും. പക്ഷേ ഇപ്പോൾ നല്ല ഹെവി തണുപ്പാണ്. എന്തായിരുന്നാലും നമുക്ക് പോയിട്ട് 12:30 അല്ലേ ആ ടൈമാണ് പറഞ്ഞത്, 12 മണി 12:30 അതുവരെ അവിടെ ടൈമുള്ളൂ അവിടെ കയറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ കയറത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനും ടൈമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇറങ്ങുക. പിന്നെ അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഇതുപോലുള്ള കാറ്റ് കാര്യങ്ങളൊക്കെ ആവും, ക്ലൈമറ്റ് മാറും. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ഇറങ്ങുക. 1:30 മുന്നേ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിടുക. 2 മണിക്ക് 1:30 ഇവിടെ വന്ന് 2 മണിക്ക് ഉള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങുക വിടുള്ളൂ. അല്ലെങ്കിൽ വിടത്തില്ല. മസ്റ്റായിട്ട് ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ ആ പാസ് താഴെ കാണിച്ചാലേ അവർക്ക് ഒരു ഉറപ്പുള്ളൂ നമ്മൾ താഴെ എത്തിയെന്ന്. ഇന്നലെ അങ്ങനെയാണ്, ഒരാൾ താഴെ പാസ് കാണിക്കാതെയാണ് ഒരാൾ മിസ്സിങ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ മിസ്സിങ് ആണ്. അതുപോലെ അത് ഒന്നും അറിയാൻ പറ്റില്ല. അവർ എവിടെയും അത് നോക്കുന്നുണ്ട്. ഒന്നുകിൽ പാസ് അവിടെ കാണിച്ചു കാണില്ല, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെ കുടുക്കി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലമാണിതാ. അവിടെ ബോർഡ്, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്കിനി പോകാനുള്ളത്. തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ക്യാമ്പ് വന്നിട്ട് ഇങ്ങോട്ട് പോകും കേട്ടോ. ഇതൊക്കെയാണ് സംഭവം. ഇനി ആഞ്ഞു പിടിച്ച് നടക്കാം. ഇനി കുറച്ച് ദൂരമുണ്ട്, 6 കിലോമീറ്റർ. ഓക്കെ, മുന്നോട്ട് പോകാം. ഇന്നലെ വന്നത് 16 കിലോമീറ്റർ, ടോട്ടലി 22 കിലോമീറ്റർ ആണ് ഒരു വാക്ക് അല്ലേ? ഇവിടെ നിന്ന് ടേണിങ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ കണ്ട നേരത്തെ കണ്ട അതുപോലത്തെ കല്ലുകൾ കണ്ട ഫുള്ള് അവിടെ കണ്ടല്ലോ. ഓക്കെ, പോവാം. അവിടെ നിന്ന് കുറച്ച് ദൂരമായി, ഒരു അരമണിക്കൂർ ഏകദേശം വരികയുള്ളൂ. നമ്മൾ പോകുന്ന ഇത് തന്നെയാണ്, 2 സൈഡും തിങ്ങി നിറഞ്ഞ ഒരു വനമേഖലയിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ കുറേ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. പിന്നെ 2 ചെറിയ റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാവരും വച്ച് പിടിച്ച് നടക്കണം. ഇന്ന് 6 കിലോമീറ്ററാണ് ഉള്ളതെങ്കിലും പെട്ടെന്ന് പോയാൽ നമുക്ക് കുറേ നേരം അവിടെ ചിലവഴിക്കാൻ പറ്റും. അതുപോലെ മാക്സിമം പെട്ടെന്ന് ഇറങ്ങാനും പറ്റും. നാളെ എന്തോ ഹർത്താലോ ബന്ധോ എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം നെറ്റ്വർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ ഇന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചിറങ്ങാനുള്ളൊരു സാവകാശം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പിക്കപ്പ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായി പോകും. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ബോണക്കാട് ടീ ഫാക്ടറിയിൽ അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് കുറേ ദൂരമുണ്ട്. അപ്പോൾ അത് കുറച്ച് റിസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. വണ്ടികളൊന്നും അധികം ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ ഇവരെ സംബന്ധിച്ച് നമ്മൾ വണ്ടിയിലൊക്കെ വന്നവർക്ക് കുഴപ്പമില്ല. ബാക്കി ദൂരത്തുനിന്ന് വന്ന ആൾക്കാരുടെ കാര്യം അതിലും കഷ്ടമാണ്. 2ാം ദിവസം ഇറങ്ങുകയാണെങ്കിൽ വാഹന സൗകര്യം വളരെ കുറവായിരിക്കും, രാത്രിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിച്ച് അവർക്കും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 3-ാം ഡേ ഇറങ്ങണം. അതായത് ഇന്ന് താഴെ പോയി ക്യാമ്പിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഇറങ്ങുക. അതാകുമ്പോൾ
ഉച്ച കഴിയുമ്പോൾ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഉച്ച കഴിയുമ്പോൾ അവിടെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കാര്യം. കുറേ ആൾക്കാർ വിട്ടു പോയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ചില്ല നമ്മൾ. ഈ ഒരു ലെവലായിട്ടുള്ള വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. രണ്ട് സൈഡിൽ നിറയെ മരങ്ങളുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നിറയെ മരങ്ങളുണ്ട്. പിന്നെ അങ്ങനെയായിട്ട് പക്ഷികളും മൃഗങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് ഈ തിങ്ങി നിറഞ്ഞ ഒരു ഇതായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ കാറ്റ്, ഗംഭീരമായിട്ടുള്ള കാറ്റ്, നല്ല തണുപ്പും. അടുത്തൊരു സെക്ഷൻ വെച്ചാൽ ഈറ്റക്കാടായിട്ടുണ്ട്. വഴിയിൽ പറഞ്ഞ വഴിക്ക് ആനപ്പിണ്ടം കണ്ടു. ഈറ്റക്കാടായത് കാരണം ആന വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരത്തേക്ക് ഇത് തന്നെയാണ് ഈറ ഇങ്ങനെ തിങ്ങി വളർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ ബസ് റോഡ് അവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കോട കാണാം. അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ നിന്നിട്ടാണുള്ളത്. അവിടെ കയറാനുള്ളത്. ഇവിടെയൊക്കെ ആന വന്നിട്ടുണ്ട്. ഫുള്ളും കല്ലാണ്, വലിയ ഉരുളൻ കല്ലുകൾ. ഇല്ല, അതല്ല ഇത് വേറെ. ഓ, കുറേ ദൂരം ആയിട്ടുണ്ട്. ഈറക്കാട് ഒരു പകുതി ആയിട്ടുണ്ട്. നമ്മളെ ബേസ് ക്യാമ്പ് അവിടെ കാണാം. ചുറ്റും ഇത് തന്നെയാണ് ഈറക്കാട്. കാറ്റ് ഗംഭീരമായിട്ട് അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുണ്ട്. നല്ല പൂമരം. ഇവിടെ ചുറ്റും അത് തന്നെയാണ്. വെറൈറ്റി ഇലകളും വെറൈറ്റി പൂക്കളും വെറൈറ്റി ചെടികളും. കാര്യം ഇങ്ങോട്ടുള്ള ഈ ചെടികൾ ഇലകളൊന്നും നമ്മൾ കണ്ടു പരിചയം ഉള്ളതായിരിക്കില്ല. കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ല. ഇത് അങ്ങോട്ടൊക്കെ ഇതുപോലുള്ള വെറൈറ്റി മരങ്ങളൊക്കെയാണ്. കുറ്റി ഇത്രയും കാറ്റിലൊക്കെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ അതുപോലുള്ള കുറ്റി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇനി കുറച്ച് ദൂരം ഉണ്ട് ഈ ഈറക്കാട്. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോകണം. നേരത്തെ വച്ച് പിടിച്ച ആൾക്കാരൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നു. അല്ലാതല്ല തളർന്ന് നിൽക്കണല്ല. അവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ്. അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ പോകണം. ഇതുകൊണ്ട് ആനപ്പിണ്ടെന്നാണ് വേണ്ട. ഇവിടെയൊക്കെ ആന വന്നിട്ടുള്ളത്. ഓ, ദാണ്ടരായി ആനപ്പിണ്ട ഫ്രഷ്. ഇത് ഇന്നലത്തേക്കായിരിക്കും ഇല്ലേ? അല്ല, ഇതുവഴിയൊക്കെ വന്നതാണ്. ഇന്നിപ്പോ വെയിലധികമില്ല കേട്ടോ. വെയിലധികം ഇല്ലാത്തതുകൊണ്ട് ഒരു മങ്ങിയ കാലാവസ്ഥയാണ്. നമുക്ക് വ്യൂ അതുപോലെ തന്നെയാണ്. ഒരു ചെറിയൊരു അടഞ്ഞൊരു കാലാവസ്ഥ. ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോകുന്ന വഴി പിന്നെ ആനപ്പിണ്ട ആരമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് വഴി തെറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുവഴിയൊക്കെ ആന കയറി പോയതാണെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇലയൊക്കെ അടിച്ച് മറിച്ചിട്ട് കിടപ്പുണ്ട്. ഇതുവഴിയൊക്കെ ആന കയറിപ്പോന്ന് പറഞ്ഞാൽ ഇതടങ്ങുന്നു. അവരുടെ സ്ഥിരം സഞ്ചാര പാതയായിരിക്കും ഇതുവഴിയൊക്കെ. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ആനപ്പിണ്ടം കണ്ടായിരുന്നു. അയ്യോ, ആണ്ടേ
ഈറക്കാടുകൾ ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾ പൊങ്കാലപ്പാറയിലേക്ക് എത്തുന്നു. ഇപ്പം തന്നെ ചുറ്റിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളും കുറ്റി മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ വീണേ നടന്ന് നമ്മൾ പൊങ്കാലപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേതോ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, പേരറിയില്ല. നമുക്കിവിടെ ഇരുന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകണം. ഇവിടെ ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ട് കേട്ടോ. രാവിലെ നമ്മളിവിടെ നടന്ന് കയറിയ ഓഫീസർമാർ, ഫോറസ്റ്റിലെ ഓഫീസർമാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നല്ല കോടയുണ്ട്, നല്ല കാറ്റുണ്ട്, മങ്ങിയൊരു കാലാവസ്ഥ. ഇതുവരെ വെയിലടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ നേർക്ക് വെയിൽ വന്നിട്ടില്ല. വാ, അതുകൊണ്ട് ആൾക്കാർ ഇതാ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ മണ്ടയിൽ അങ്ങ് വരെ എത്തിയിട്ടുണ്ട് ആൾക്കാർ. അതുവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ കയറി അതിൻ്റെ മണ്ടയിലേക്ക് പോകും. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചില്ല, ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പോവാട്ടോ. ഇതുവരെ ഭയങ്കര കടുപ്പ് വരുന്നു, ഭയങ്കര കയറ്റ് വരുന്നു. രക്ഷയില്ല. എത്തി നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ചപ്പാത്തിയും തക്കാളി കറിയും നമ്മൾ അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ചപ്പാത്തി ചീത്താവില്ല, തക്കാളി കറി ആകുമ്പോൾ ചീത്താവില്ല. അങ്ങനെ പ്ലാൻ ചെയ്താണ് കൊണ്ടുവന്നത്. ഇന്നലെ പൂരി ഉണ്ടായിരുന്നു, പൂരി തക്കാളി കറി അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ കഴിച്ചു. ഇനി ഒന്നൊന്നര കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. നല്ല ടാസ്ക്കാണ്. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് ഫുള്ള് ഉപ്പാട് വരും. അങ്ങനെ അടുത്തത് വെള്ളം എടുത്തിട്ട് പോകാം. അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഇന്ന് എടുത്താ പൊങ്കാലപ്പാറ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നത്. നമ്മുടെ ആനപ്പിണ്ടം ആന ഈ ഏരിയയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് പോകാനുള്ളത് ഇതോ മുകളിലാണ്. ഇപ്പോൾ കോട ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് പോകാം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെയാണ് കയറി പോകണം, ഇങ്ങനെ കയറി പോകണം. നടപ്പുണ്ടല്ലേ? പൊങ്കാലപ്പാറയുടെ ടോപ്പ് പോയിന്റിലൂടെ നമ്മൾ നടന്ന് കയറിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം കുത്ത് കയറ്റമാണ് ഇത്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. നമ്മൾ അതിരുമല ക്യാമ്പ് നമ്മൾ ദൂരെ കാണാം. ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇനി ഈ കാണുന്ന വഴി ഇങ്ങനെ പോകണം. അവിടെ ടോപ്പിൽ അവിടെയാണ് അഗസ്ത്യാർ കൂടെ നമ്മൾ പോകുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രാഹിം പാപ്പൊക്കെ നടന്നു വരുന്നുണ്ട്. അത്യാവശ്യം അവരും ക്ഷീണിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് നടത്താകുമ്പോൾ. പിന്നെ ഇന്നലെ ഉറക്കത്തിൻ്റെ കാര്യം ആർക്കും ഒന്നും സെറ്റായില്ല. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ നമുക്കൊന്നും പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് നല്ല പുതപ്പോ ജാക്കറ്റോ ഒന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ഉറക്കം സെറ്റായിട്ടില്ല. പിന്നെ ഇത്രയും കണ്ടിന്യൂസ് കിലോമീറ്ററുകൾ നടന്നപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അറിയാൻ വയ്യ ഫുള്ള് കയറോ ഇല്ലെന്ന്. എന്തായിരുന്നാലും ബാക്ക് പിടിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും. എന്നാലും ഇത്രയും എത്തി. ഏറ്റവും ലാസ്റ്റല്ല, അതിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മളുണ്ട്. ഇന്ന് ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് സമയം. നല്ല തണുപ്പാണ്. നല്ല ഇതാ ഇവിടെയൊക്കെ ഫുള്ള് കോട പറന്ന് നടക്കുകയാണ് കേട്ടോ. പപ്പങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്, രാഹിങ്ങ് മുകളിലെത്തിയില്ല. കാഴ്ചകൾ ആസ്വദിക്കുകയായിരിക്കും. അവിടെ റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ അത്യാവശ്യം കടുപ്പാണ്. എത്തിയില്ലേ? അതാണ് വരട്ടെ, ഇനി ഒത്തുപോവാം. പതുക്കെ ചവിട്ടി ബലപ്പിച്ചോ. ഓക്കെ, പപ്പയുടെ പോവാ. പത്തേ കാലായിട്ടുണ്ട്.
ഇതുപോലുള്ളൊരു തിങ്ങി നിറഞ്ഞൊരു കാടിനിടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ പൊങ്കാലപ്പാറ കഴിഞ്ഞ് ഒരു നല്ലൊരു കയറ്റം കഴിഞ്ഞ് റോപ്പ് കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് കയറി വരുന്നത്. ഇവിടെ റോപ്പുണ്ട് കേട്ടോ, കുറച്ച് ദൂർക്കടായിട്ടുള്ള വഴിയാണ്, റോപ്പുണ്ട്. വരുന്നതിനിടയ്ക്ക് ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ കാണാനുണ്ട് ക്ലോസ് ആയിട്ട്. പിന്നെ നമുക്ക് തിരിച്ചിറങ്ങേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കാതെ അങ്ങ് പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പൂക്കളും ഒക്കെ ഇതിനിടയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. വരുന്നുണ്ട്. ഇനി ഈ റോപ്പ് കയറിയാണ് മുകളിലോട്ട് പോകാം. ഇത്രയും വലുത് ഇത് രണ്ടും ബാഷ്പമാണ്, ബാലസ്യ ബാഷ്പം. ഇത് കണ്ടോ, ഇതിൻ്റെത് മണപ്പിച്ച് നോക്കിയെന്നോ നമ്മളെ തുളസിയുടെ മണം അല്ല ഏട്ടാ. അതുപോലെ അതിൻ്റെ വലുതൊന്നും അടിപൊളി മണം. പ്രകൃതി നശിപ്പിക്കുന്നതല്ല, വിത്തെടുക്കുന്നതേ. നിങ്ങൾ ഇനി അങ്ങനെയൊക്കെ പറയരുത്. നമുക്കിട്ടേ പൊടിപ്പിച്ച് നോക്കാം. കമ്പ് പിടിക്കോ വരെ ഇല്ല, കമ്പിങ് തന്നാൽ മതി. ഇത് ചെറിയൊരു സഹായത്തിന് വേണ്ടി, വലിയ റോപ്പിന് പറഞ്ഞേ ഉള്ളൂ. ഇത് റോപ്പ് ആയി കൂട്ടാൻ പോലും പറ്റില്ല. അടുത്തൊരു റോപ്പ് എത്തിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള റോപ്പൊന്നും ആയിട്ടില്ല. ഇത് നമുക്ക് നടന്നു പോകുമ്പോൾ സൈഡിനൊരു സപ്പോർട്ടായിട്ട് ഇട്ടേക്കുന്ന റോപ്പാണ് കണ്ടോ. അല്ലപ്പാ, ഇനി മെയിൻ സ്പോട്ടിലോട്ട് ഇത് തീർന്നു, ഈ സെക്ഷൻ തീർന്നു. ഇനി ഈ റോപ്പ് പിടിച്ചേ ഒരു 3 സെക്ഷൻ റോപ്പ്. ഇനിയാണ് മെയിൻ റോപ്പ്. വേണ്ടായിരുന്നല്ലേ അപ്പാ? കുഴപ്പമില്ല, ഇതായിക്കേ, കുഴപ്പമില്ല. ഇവിടെ എങ്ങനെ സ്റ്റിക്ക് വെച്ചോ, അല്ലെങ്കിൽ മുകളിൽ വെക്കാം. അവിടെ കോട കോട പറന്നോണ്ടിരിക്കണം, മുകളിൽ വെക്കാം. നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞ് ഇനിയാണ് മെയിനായിട്ടുള്ള റോപ്പ്. ഒരു 3-4 സെക്ഷൻ റോപ്പുണ്ട്. അവിടെ കഴിഞ്ഞ് നമ്മളെ സ്പോട്ടിലെത്തും. അസ്തിയാറുടെ ടോപ്പിൽ കോട ഒരു രക്ഷയില്ല. കണ്ടോ പറന്ന് കിടക്കുന്ന കോട. അവരുടെ കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ അവർ ബാക്കായി പോകും. ചരക്കല്ല പതുക്കെ. അങ്ങനെയുണ്ട്. അയ്യോ മാറി, മുഖം മാറി. നോക്കിറങ്ങ ചരക്കും. അവരിറങ്ങണേ വേണ്ട, പോയിട്ട് തിരിച്ചു പറഞ്ഞ നടന്നു കയറാൻ പറ്റില്ല. കഷ്ടപ്പാടൊന്നും വെറുതെ കഷ്ടപ്പാട് വെറുതെ ആവില്ലെന്ന് വേഗം ചെല്ല. റോപ്പിൽ കയറാം, അത് കുറച്ചുകൂടെ റിസ്ക്. ചരിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് താഴെ പോവും ഏട്ടാ.
കീ കൊടുത്ത് വിട്ടോലെ പോയി. അപ്പൊ ഞാൻ ഇവിടെ കോച്ചിക്കൊക്കെ കൊടുത്തിരുന്ന ഇവിടെ നിൽക്കണ്. റോപ്പ് ഇഷ്ടപ്പെട്ട? തിരിച്ചിറങ്ങണം ഇതുപോലെയാണ്, റിസ്ക് ആണ് കേട്ടോ. ചെറിയ നിങ്ങളെല്ലാം ഇന്ന് ഇറങ്ങണം. ഫുള്ള് കോടായിരുന്നല്ലേ മുകളില്? ഇല്ല വായോ വായോ, ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് കയറേ. ടൈറ്റ് ചെയ്ത് പിടിച്ചോണ്ടേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ ടൈറ്റ് ചെയ്ത് കാലൂടെ ടൈറ്റ് ചെയ്ത് വെച്ച് കയറുക, നടന്ന് കയറുക. ഓക്കെ അല്ലേ? ആ ചർക്കല് കൂടുതൽ ഈസി ആയിരിക്കുമ്പോഴേ ചർക്കല്. പോട്ട് പോട്ട് അവിടെ ഇരിക്കണായിരുന്നു. പതുക്കെ പതുക്കെ പാപ്പ, കാല് നല്ല ബലപ്പിച്ച് വെച്ച് പറഞ്ഞേ. നമ്മളെ ചെരുപ്പ് അതാണ്, അതുകൊണ്ടാണ് പറയണ. ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടു. റോപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു രക്ഷയില്ല. കോടയെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത്ര കോട ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ സൈഡ് അത്രയും കോടയാണ്. മുകളിൽ കുറച്ച് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള വിഷ്വൽസ് ഒന്നും കാണാൻ പറ്റില്ല, കോട കാരണം. ഇനി ഒരു റോപ്പ് കൂടെ ഉള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ. അതെ അവരാറാണ് ടോപ്പിലെത്തി. തീരെ ബാക്കിലല്ല, ബാക്കിയുള്ളവർ അവിടെ നിൽക്കും. അവിടെ റെസ്റ്റ് ചെയ്യും അവർ. കുറ്റിക്കാട് ഹായ് ഹായ്. കഴിഞ്ഞല്ലേ? ഓക്കെ കഴിഞ്ഞ എങ്ങനെയുണ്ട്? അത് ഫീൽ ചെയ്യാനാണോ പറഞ്ഞ പറ്റില്ല, പക്ഷെ കിട്ടണം. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് അത് അവിടെ കിട്ടണം. നിങ്ങൾ എവിടുന്ന സ്ഥലം? ഞാൻ ഇവിടെ ഓക്കെ ബൈ. നിങ്ങൾ എവിടെ നട്ടാ? വട്ടിയൂർക്കാവ്. നമ്മൾ നിലമങ്ങാട് ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വെറുതെ ആ അതെ, തീർച്ചയാ. പിന്നെ എഴുതി കൊടുത്തല്ലോ. ആ ഓ അടിപൊളി. ഇറങ്ങിയ നിങ്ങളെവിടുത്തെ? ഞാൻ ഇവിടെ നെടുമങ്ങാട് കല്ലറ. ആ നമ്മൾ നെടുമങ്ങാട് മുണ്ടേല. റോപ്പ് കുറേ പേര് ഇറങ്ങി. നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടു. കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവർ ഇന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ്. നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ സ്പീഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഈ റോപ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പിലേക്ക് എത്തി കേട്ടോ. നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ ഫുഡിൻ്റെ കാര്യമാണ്. നമ്മൾ ഫുഡൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് നന്നായിട്ട് കുറഞ്ഞു പോയി. ഈ റോപ്പിലൂടെ കയറി കിട്ടിയാൽ നമ്മൾ ടോപ്പിലേക്ക് എത്തി കേട്ടോ. ഓരോ ഇതിൽ സ്പേസിലേ ചവിട്ടി ഇങ്ങനെ കയറി പോയാൽ മതി കേട്ടാ. പാപ്പ കാല് ഉറപ്പിച്ചോണ്ടേപ്പാ, കാല് നോക്കൂ. ഇപ്പം കാല് ഉറപ്പിച്ചു വെച്ചു. അഗസ്ത്യ മുനിയുടെ തന്നെ. ഓ മുനി 5 വിരലില്ല. പോട്ടെ പോട്ടെ പോ. പിന്നെ അല്പല്ലേ ഉള്ളൂ. ഇന്നലെ 6:30 ലാസ്റ്റ് ടീം ചേച്ചീനെ ഒരു ഫോറസ്റ്റുകാർ ഗണ്ണൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. ഞാൻ 9:30 വന്നിരുന്നു ലാസ്റ്റ് രാത്രി.
രാത്രിയോ? ഇവിടെ എന്താ ഇറങ്ങിയതോ? അവിടെ നിന്ന് ഇറങ്ങിയത് അവര് നമ്മളെല്ലാരും പോകുന്നതിന് ശേഷം അവര് പോരുള്ളൂ. പേടിക്കണ്ട, അവരൊരു ടെൻഷൻ വേണ്ട, അവര് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. ഇന്നലെ ഒരു ചേച്ചിനെ ഇത് 5 പേര് കൂടി 6:30 വന്നത്. ഞങ്ങളവിടെ നിൽക്കുമ്പോ 6:30 അവര് വന്നത്. അവര് രാവിലെ നമ്മളെ പോലെ 8 മണിക്ക്. ആ ചേച്ചി കറക്റ്റ് 12 മണിക്ക് ഇവിടെ എത്തിയത്. 12 മണിക്ക് ഇവിടെ എത്തി കഴിഞ്ഞാൽ അവര് മുകളിൽ കയറ്റുന്നു. റോപ്പ് കയറി, അല്ലെങ്കിൽ അവര് കയറ്റില്ല. അടിപൊളിയായിട്ടില്ലേ? ഇന്ന് പോവാണ് തിരിച്ച് ഇറങ്ങാണ് ഫുള്ള്. ഓക്കെ, എങ്ങനെയുണ്ട്? കയറി നഷ്ടമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ കോഴിക്കോട്. ഇതപ്പോ നമ്മള് കോഴിക്കോടല്ലേ? ഇവിടെ നിലവങ്ങാടാ, തിരുവനന്തപുരം. നിങ്ങളെവിടെ? പാലക്കാട്. എങ്ങനെയുണ്ട്? വന്നിട്ടുണ്ടോ പിന്നെ? 3 അവിടെ? കോഴിക്കോട്, പാലക്കാട്, അട്ടപ്പാടി. എങ്ങനെയുണ്ട് നമ്മുടെ ബസ് റോഡ്? ഇനി അടുത്ത് വരുമോ? ഒരിക്കലും കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു നോക്കാം. വ്യൂ ഉണ്ടല്ലേ? ആ, വന്നിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കിയാണ്ടേ. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ കോടമഞ്ഞ് അടിച്ചുകൊണ്ട് പോയാണ് തൊട്ടടുത്തേക്ക്. നമുക്ക് ക്യാമറയിൽ കുറച്ചുകൂടെ കാണാൻ പറ്റും. ലൈവായിട്ട് അങ്ങ് പോകുന്ന ആൾക്കാരൊന്നും കണ്ടുകൂട. അത്രയ്ക്ക് ഇതാ കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ഇവിടെ അഗസ്ത്യമുനിയുടെ പ്രതിമ ഉണ്ട്, അത് കാണിച്ചത് അതിനകത്താണ് കേട്ടോ. മറ്റേ പുള്ളിയുടെ തല ഇതാണ് മുകളിലുള്ള അഗസ്ത്യമുനിയുടെ സ്റ്റാച്ചു. അത് ഏതെങ്കിലും സമയത്ത് ഇവരെന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഈ സ്ഥലത്താണ്. ഫസ്റ്റ് മുതലേ കൊടുത്തതാണ്. അവിടെ ഇത്ര ഇങ്ങനെ വേലി വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിലെ കാഴ്ച. കുഴപ്പമില്ല പയ്യെ ഇടിച്ചില്ലല്ലോ, പക്ഷെ വീഡിയോയിലുണ്ട്. പിന്നെ അപ്പോൾ നല്ല മഞ്ഞാണ്, കോടമഞ്ഞ് ഇറങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡിലുള്ള ഒരു കാഴ്ച കണ്ടുകൂടാ. അതിരുമല ക്യാമ്പ് ആ സൈഡിൽ എവിടെയൊക്കെയാണ്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ കുളിക്കാൻ പോയ ഒരു വലിയ പുൽമൈതാനം പോലത്തെ ഒരു സംഭവം. തോട് കാര്യങ്ങളൊക്കെ ഇതാണ്. അതുവഴിയാണ് കയറി വന്ന. ആ സൈഡിലൊക്കെ കുറേ മരനിരകൾ കാണാനുണ്ട്. ഈ കോട നീങ്ങുകയാണെങ്കിൽ കാണാൻ പറ്റും. കുറച്ചൊക്കെ മാറുന്നുണ്ട്, പക്ഷെ മാറുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. പക്ഷെ കോടയും കാണണം, അതൊരു ഭാഗ്യമാണ് കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു മല തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോഴേനെ കാറ്റടിച്ച് ഫുള്ള് മറയ്ക്കുന്നുണ്ട്. നോക്കാം, ഒരല്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. ദുഃഖ കണ്ടോ, മല ദുഃഖ കണ്ട ഇവിടെ ദുഃഖ. ഇതിൻ്റെ അടിയിലാണ് നമ്മൾ കുളിക്കാൻ പോയത്. ഇതിൻ്റെ അടിയിലേ ഈ സൈഡിൽ ഇവിടെ എല്ലാവരും വരണം. ഒന്ന് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ടെറൈൻസ് ആണ്, പക്ഷേ കയറി ഇവിടെ എത്തുമ്പോഴത്തേക്കും കിട്ടുന്നൊരു രസം, ഈ ഫോഗിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, മനസ്സമാധാനം എല്ലാം നല്ലതാണ്. തീർച്ചയായിട്ടും വരാൻ പറ്റുന്നവരെല്ലാം
അടുത്ത സീസണുകളിലും ഓഫ് സീസണുകളിലോട്ടും വരാൻ ശ്രമിക്കാം. ഓക്കെ, എന്താ പറയാ, ടോപ്പിൽ കയറുന്നത് വരെ എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പം സൂപ്പർ അടിപൊളി. എല്ലാവരും വരണം, ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട ഒരു ട്രക്കിംഗ് ആണ്. ഓക്കെ ബൈ. ചേട്ടനെ വിളി. ബൈ ബൈ ബൈ. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഇന്നത്തെ പോലെയല്ല, ഭയങ്കര ഇതാണ്. ചേട്ടൻ വന്നിട്ടുള്ളതോട് പറഞ്ഞെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല പാടാണ്, ഫുൾ കയറ്റം, കാല് നല്ല പിടിക്കും. പക്ഷേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇങ്ങ് മുകളിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, അത് വേറെ ഒരു രക്ഷയില്ല അത്. പക്ഷേ ഭയങ്കര കോടയാണ്. നമുക്ക് ചുറ്റും എന്താണെന്നോ ഒന്നും അറിയാണ്ട് കേട്ടോ, ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഇച്ചിരി വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അറിഞ്ഞുകൂടെ 12 മണി വരെ ഇവിടെ നിർത്തത്തുള്ളൂ. നമുക്കിന്ന് ഫുൾ ഇറങ്ങണം. 28 കിലോമീറ്ററാണ് ഇന്നത്തെ ദിവസം നടക്കേണ്ടത്. പിന്നെ അങ്ങോട്ട് ആദ്യമൊന്നും കുഴപ്പമില്ല, നടന്നെങ്കിൽ വരാം. ഇനി പാടാണ്, കാല് നല്ല പിടിക്കും. പിന്നെ വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. ഭയങ്കര കാറ്റ്, ഭയങ്കര കയ്യുന്നതുകൊണ്ട് അയ്യോ ഇത് പറയാം, ഐസ് പോലെ ഫോഗ്, ഒന്നും കാണാൻ പറ്റില്ല. എന്തായാലും മിസ് ചെയ്യാതെ വരണം. ഇപ്പോൾ പോയപ്പോൾ മുഴുവൻ കോടയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ എങ്ങനെയായിരിക്കും വ്യൂ എന്ന് ഇപ്രാവശ്യം കണ്ട ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത കുറച്ച് വിഷ്വൽസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് നമ്മുടെ ചാനലിലുണ്ട്. വിഷ്വൽ നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് യാത്ര. അതിന് മുന്നേ എത്രയോ ദിവസങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓടി, ഓരോ കാര്യങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്യൂ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഏകദേശം 6000 അടി എന്തോണ് ടോപ്പിൽ എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ആണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ മലകളും താഴെ തന്നെയാണ് കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും രണ്ടാമത്തെ ദൈർഘ്യമേറിയ കഠിനമേറിയ ട്രക്കിങ്ങൾ ഒന്നാണിത്. ഒന്നാമത്തെ എന്തോ ആനമുടി എന്തോ ആണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് പിന്നെ ഒരു കുറ്റിക്കാടിലേക്ക് കയറിയിട്ടുണ്ടേ. ഒരു രക്ഷ. എൻ്റെ അമ്മ, കാറ്റ് 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 തന്നെയാണ്. നമുക്ക് എത്രത്തോളം വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങിയാണ് കയറിയത്. ഉദ്ദേശം പറഞ്ഞാൽ ആ സൈഡിൽ എവിടെയാണ് നമ്മുടെ ക്യാമ്പ് വരുന്നത്. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, മേഘങ്ങൾ നമ്മുടെ താഴത്തേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമുക്ക് ഈ സൈഡിലോട്ട് കുറച്ച് പോകാൻ, കാര്യം കാറ്റ് കാരണം. പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ആ സൈഡ് അതിരമല ക്യാമ്പ്, അതുവഴി നമ്മൾ കറങ്ങി വന്നേ. ഇതിൻ്റെ കറക്റ്റ് സൈഡാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ കുളിക്കാൻ പോയ അരുവിയൊക്കെ ഇതിൻ്റെ താഴത്താണ്. അവിടെയാണ് നമ്മൾ മുകളിൽ നമ്മുടെ ഈ അഗസ്ത്യമുനിയുടെ വലിയൊരു പാറ നമ്മൾ കണ്ടില്ലേ, രൂപമൊക്കെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇതിൻ്റെ കറക്റ്റ് താഴെയാണ് ഈ സൈഡ്. അപ്പുറ സൈഡ് ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാര്യം. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര കോടയാണ്, ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കാറ്റാണ്. കാറ്റ് എപ്പോഴും ഉണ്ടാവും, പക്ഷേ ഇത്ര കോട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല. എന്തായിരുന്നാലും ഇപ്രാവശ്യം നമുക്ക് മുകളിൽ നിൽക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇനി തിരിച്ചു പോകുന്നത് നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ തിരിച്ച് നമ്മുടെ ബോണക്കാട് എത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നേരെ നമ്മൾ ക്യാമ്പിലോട്ട് പോകും. ക്യാമ്പിലോട്ട് പോയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കും. കഞ്ഞിയുണ്ട്, ചൂട് കഞ്ഞി. നമ്മൾ ഇത്രയും മല കയറിയിട്ട് ചെല്ലുമ്പോൾ കുറച്ച് ടയേർഡാവും. അപ്പോൾ അതിനനുസരിച്ച് നല്ല ചൂട് കഞ്ഞി, ഏറ്റവും വിലയുള്ള കഞ്ഞി, അതുമല്ല ഏറ്റവും രുചിയുള്ള കഞ്ഞി. കാരണം ഇത്രയും തളർന്ന് ചെല്ലുമ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ചു പോകും. അപ്പോൾ ആ കഞ്ഞി കുടിക്കുക, നേരെ നമ്മൾ ബോണക്കാട് നമ്മുടെ ക്യാമ്പിലേക്ക് പോവുക. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വഴിക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഓരോ സ്ഥലങ്ങളും, പൊങ്കാലപ്പാറ, അതുപോലെ തന്നെ ഈറക്കാടുകൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടാണ് വന്നത്. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചിത്രീകരിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഒരു നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. കാരണം അവിടെ നിന്ന് ഗേറ്റ് തുറന്ന് നമ്മളിവിടെ മുകളിൽ വന്ന് അത്യാവശ്യം കാഴ്ചകൾ കണ്ടതിന് ശേഷം
തിരിച്ച് അതുപോലെ തന്നെ സ്പീഡായിട്ട് നമ്മൾ തിരിച്ച് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം അങ്ങ് പോകും. എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് എത്താനുള്ള ടൈം, ക്യാമ്പിൽ എത്താനുള്ള ടൈം ഇത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോണക്കാട് എത്തുമ്പോൾ നല്ല താമസിച്ചു കാടാണ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മൾ ഓടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിടത്തില്ല കേട്ടോ. അത് കാര്യം ഉണ്ട്. കാടിനകത്തൂടെയാണ് യാത്ര. രാത്രി ആയിപ്പോയി കഴിഞ്ഞാൽ അതിലും വലിയ ഭയാനകമായിട്ട് മാറും. അതുകൊണ്ട് ഇവർ അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത്. നമുക്കിപ്പോൾ നേരെ ക്യാമ്പിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ 1:45 കേട്ടോ. 1:45 നമ്മൾ ബേസ് ക്യാമ്പിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അതുകൊണ്ടാണ് വളരെ ധൃതി പിടിച്ച് തിരിച്ചിറങ്ങിയത്. അല്ലെങ്കിൽ അവിടെ 12 മണി വരെ ഇരുത്തത്തുള്ളൂ. ഇതുവഴി നമ്മൾ കയറിപ്പോയത്. നമ്മൾ ബേസ് ക്യാമ്പിൽ പോവുക. അവിടെ ചൂട് കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പോയി കഞ്ഞി കുടിക്കുക. കഞ്ഞി കുടിച്ചതിന് ശേഷം പെട്ടെന്ന് പാക്ക് ചെയ്യുക. 2 മണിക്കാണ് ഇവിടെ നിന്ന് പുറത്ത് പോകാനുള്ള ടൈം. അത് കഴിഞ്ഞ് പിന്നെ വിടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ വിളിച്ചത് 1:45. അപ്പോൾ ഇനി പെട്ടെന്ന് കഞ്ഞി കുടിക്കുക, ബാഗ് എടുക്കുക, പോവുക. രാത്രിയാവും എന്തായിരുന്നാലും നമ്മൾ പിക്കറ്റ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആഞ്ഞു പിടിച്ച് നടന്നു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചൂടോടുകൂടി കഞ്ഞി കുടിക്കുക കേട്ടോ. അയ്യോ, എത്ര പേര് വന്നിട്ടുണ്ടെന്നൊന്നും അറിയില്ല. നമ്മളിവിടെ ഇറങ്ങി കുറേ പേരൊക്കെ വരുന്നേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ ഇങ്ങ് പോയി കാണും ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പേരായൊക്കെ തൊട്ട് ബാക്കി വരുന്നുണ്ട്. ഇനി പോയി ഇവിടുന്ന് ടിക്കറ്റ് എഴുതി വാങ്ങിക്കുക. അത് മറന്നു പോയത്, ടിക്കറ്റ് എഴുതി വാങ്ങിക്കുക. അവിടെ അവിടെയും കാണിക്കണം. അപ്പോൾ അതൊക്കെയുള്ള പരിപാടി. നമ്മൾ കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി ഇതിൻ്റെ വിലയൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കട്ടൻ ചായയൊക്കെ 20 രൂപയാണ്. പിന്നെ കഞ്ഞി 175 രൂപയാണ് കേട്ടോ. നമ്മൾ പിന്നെ 2-3 സെക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമില്ല. ചപ്പാത്തി പൂരിയൊക്കെ കൊണ്ടുവന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇനി കഞ്ഞി കുടിച്ചിട്ടാണ് തിരിച്ചിറങ്ങാൻ വേണ്ടി കേട്ടോ. എന്തായാലും നമ്മുടെ അതിരുമല ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് കറക്റ്റ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 2:10. നമ്മൾ 1:45 ഇവിടെ എത്തി. 10 മിനിറ്റ് കൊണ്ട് കഞ്ഞി കുടിച്ചു. 2:10 നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് പാസ് കിട്ടി. ഈ സമയത്ത് ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് അങ്ങ് എത്തൂല. ഈ സമയത്തിന് ഇറങ്ങിയാൽ തന്നെ നമ്മൾ നല്ല വൈകുന്നേരം അങ്ങ് എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി നേരെ നമ്മളെ ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷൻ വരെ മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്. കുറച്ച് സമയം എടുക്കും. ഉച്ച സമയമാണ്. ഇങ്ങോട്ട് കയറി വന്നതുപോലെ തന്നെ അത്രയും ദൂരം തിരിച്ച് അതേ റൂട്ടിൽ അങ്ങ് നടക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഇനി അങ്ങ് ചെന്നതിന് ശേഷം കാണാം. അപ്പോൾ ഞാൻ കുറേ ദൂരം ഇങ്ങോട്ട് ബേസ് ക്യാമ്പിൽ എത്താറാവുന്ന കുറേ ദൂരം വരെ എൻ്റെയോടൊപ്പം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. ഗണ്ണൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ മാക്സിമം ഈ സീസണിൽ, ഇപ്പോൾ സീസണാണ്, അല്ലെങ്കിൽ തന്നെ അല്ലാത്തതല്ല, സീസണിൽ വരുമ്പോൾ എല്ലാവരും കോയിൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഈ ഫുഡിന് എല്ലാവരും 500-200 രൂപ നോട്ടുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് കോയിന് എടുക്കാൻ ചേഞ്ച് കൊടുക്കാനില്ല. അപ്പോൾ കോയിൻ നിങ്ങൾ എന്തായാലും പ്രിപ്പയറായി വരെയല്ലേ. അപ്പോൾ കോയിന് കൊണ്ടുവന്ന് അവർക്ക് നല്ല ഒരു എളുപ്പമായിരിക്കും. കാരണം ബാലൻസ് കൊടുക്കുക. അല്ലാത്ത സീസണിൽ പറഞ്ഞവർക്ക് ഫുഡ് അവിടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അത് വിഷയമല്ല. അപ്പോൾ ഈ സീസണിൽ വരുമ്പോൾ കോയിന് കൊടുക്കുക. ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി കോയിൻ എടുക്കാൻ, ബാലൻസ് കൊടുക്കുക, വേറെ എവിടെയും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് കോയിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം പറയണേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അത് വരുന്നവർ അത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബോണക്കാട് കേട്ടോ പോവാം. ഇനി ഇടയ്ക്ക് വേറെ സ്റ്റോപ്പൊന്നുമില്ല. ചിലപ്പോൾ അട്ടയാറിൽ നമ്മളൊന്ന് ചെറിയൊരു റെസ്റ്റ് എടുക്കും. എന്നിട്ട് നേരെ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഇടയ്ക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ എടുക്കും കേട്ടോ, വയ്യാതാകുമ്പോൾ. എല്ലാം എളുപ്പത്തിൽ പറ്റുമെന്നാണ് വിചാരം. ഇത്രയും നടന്നില്ലേ? ഇന്നൊരു ദിവസം 28 കിലോമീറ്റർ നടക്കണ്ടേ? ഇപ്പം തന്നെ 12 ആയി. ഓക്കെ, എൻ്റെ അടി പോവാ. ഓക്കെ, കണ്ണിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പം അതേ വഴിക്ക് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിങ്ങ് പോന്നു. ഇപ്പോൾ നമ്മൾ ബോണക്കാട് ജംഗ്ഷനിലാണ്. ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. 7:15 നമ്മളിങ്ങ് എത്തിയത് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ. നല്ല താമസിച്ച് ഇരുട്ടായി ടോർച്ച് അടിച്ചാണ് വന്നത്. അപ്പോൾ ഇനി
ഇപ്പോൾ 8 മണി അവിടുന്ന് ടിക്കറ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ വന്നൊരു ചായ കുടിച്ചു. ടീ ഫാക്ടറി കഴിഞ്ഞ് കുറച്ചുകൂടി ഇപ്പുറത്ത് ജംഗ്ഷൻ കണ്ടോ, കുറച്ച് റിസ്ക് കൂടിപ്പോയി. നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ എത്തുമായിരുന്നു. പക്ഷേ എത്തണ്ടേ, ഒരു ദിവസം 28 കിലോമീറ്ററോളം ഒരു ദിവസം ഒറ്റ സ്ട്രെച്ചിൽ നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പെട്ടുപോയതാണ്. അപ്പോൾ താമസിച്ചു. ഇനി ആൾക്കാർ നമുക്ക് പുറകെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രാത്രിയായി, നല്ല ഇരുട്ട് വീണു. എന്തായാലും ഇതുവരെ എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബോണക്കാട് താഴെ എത്തണം. ആനക്കുള്ള റൂട്ടാണ്, ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പം നമ്മൾ പതിയെ അങ്ങോട്ട് താഴോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എന്തായാലും പോട്ടെ. അവരും അകത്തുണ്ട്, അവരും നല്ല ടയേർഡാണ്. കാര്യം ഇത്രയും ദൂരം നല്ല ഫാസ്റ്റായിട്ട് നടന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. തിരിച്ചു വന്നാൽ നല്ല കടുത്തെന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിന് 28 കിലോമീറ്റർ നടത്തി കൊണ്ടുവന്നു. നടത്തി എന്ന് പറയില്ല, അടുത്ത നാളത്തെ ദിവസത്തെ പ്രത്യേകത ഇവിടെ പറയണം. നാളെ എന്തിനാണ്? പിന്നെ നമ്മളവിടെയുള്ള ഏതാണ്ട് 50% ആൾക്കാരിന് ഏറ്റവും കൂടുതൽ ഇതാണെന്ന് തോന്നുന്നു. കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി. നാളെ വരെ നിൽക്കാൻ വേണം. ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇറങ്ങിയാൽ മതി. പക്ഷെ കാരണം നാളെ പണിമുടക്കാണ്, ദേശീയ പണിമുടക്കാണ് നമുക്ക് അവിടെ അറിവ് കിട്ടി. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് വന്നെങ്കിൽ ഒരുപാട് പേര് ബസ്സിലൊക്കെ വന്നവരുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഇറങ്ങി. പിന്നെ നമ്മൾ ഇറങ്ങുമായിരുന്നു, അത് വേറെ കാര്യം. നമ്മൾ ഇറങ്ങാൻ പറ്റാത്ത തണുപ്പ്, നടന്നതിനൊക്കെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് തോന്നിയാൽ നാളത്തെ പണിമുടക്ക് കാരണം ആയിരിക്കണം കുറച്ച് പേരേ ഉള്ളൂ. കൂടിപ്പോയി ഒരു 50 പേരിനകത്ത് കാണും. നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഇന്നലെ നമ്മൾ കയറിയതുപോലെ ഇന്ന് രാവിലെ ആയിട്ട് കയറുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പേരുള്ളൂ. എന്തായാലും വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളി. ഹെൽത്തൊക്കെ ഓക്കെയാണ്, പറ്റും. ഇനി നടക്കാനൊക്കെ പറ്റുമോ എന്നുള്ളവർ റിസ്ക് എടുത്തായാലും വന്നാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ ഓക്കെയാണ്, നടക്കുന്നതൊക്കെ ശീലമുള്ളവരും ഇഷ്ടമുള്ളവരും ഹെൽത്തൊക്കെ ഓക്കെ ആണെന്നുള്ളവരും ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആണെന്നുള്ളവർക്ക് മാക്സിമം ഈ ട്രെക്കിങ്ങിന് പങ്കെടുത്ത് നടന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ടീ ഷോപ്പിൽ ചായ കുടിക്കും. നമ്മൾ ഇന്നലെ ചായ കുടിച്ചില്ല, അതിൻ്റെ എല്ലാ ക്ഷീണവും ഇന്ന് രാവിലെ കുടിച്ചില്ല. അപ്പോൾ 2-3 ചായയുടെ എല്ലാ ക്ഷീണവും നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങട്ടെ. ഈ പ്രാവശ്യത്തെ നമ്മുടെ അവസ്ഥയാർ കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി താഴേക്ക് പോട്ടെ. ഇനി പോയിട്ടാണ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കഞ്ഞി പിടിച്ചു. എന്നാലും നമുക്ക് 2 മണിക്ക് ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് വാരി വെച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ്. അവിടെ നിന്ന് പിന്നെ നിന്നിട്ടില്ല. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് മാത്രം ബ്രേക്ക് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോട്ടെ, അടുത്തൊരു എപ്പിസോഡ് കാണാം കേട്ടോ. ബൈ 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 ബൈ.